നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യേക PSC ചോദ്യോത്തര സീരീസിലെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ എപ്പിസോഡുകളിൽ നമ്മൾ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള പ്രധാന ജില്ലകളെക്കുറിച്ച് വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം എന്നും അറബിക്കടലിന്റെ റാണിയായ കൊച്ചി ഉൾപ്പെടുന്നതുമായ എറണാകുളം ജില്ലയെക്കുറിച്ചാണ്. PSC, SSC തുടങ്ങിയ പരീക്ഷകളിൽ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം പതിവ് പോലെ 50ാമത്തെ ചോദ്യം നിങ്ങൾക്കുത്തരം പറയാനായുള്ളതാണ്. അതിന്റെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വൈകാതെ തന്നെ എറണാകുളം ജില്ലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. എറണാകുളം ജില്ല നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1958 ഏപ്രിൽ 1. തൃശൂർ, കോട്ടയം ജില്ലകളുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് എറണാകുളം ജില്ല രൂപീകരിച്ചത്. 2. കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണിത്. 3. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. 1990 ഫെബ്രുവരി 4 എറണാകുളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. 4. അറബിക്കടലിന്റെ റാണി, ക്വീൻ ഓഫ് അറേബ്യൻ സീ എന്ന് കൊച്ചിയെ വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം സർ റോബർട്ട് ബ്രിസ്റ്റോ. സർ റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി കൂടിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. 5. കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ സംവിധാനമായ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉത്തരം 2017 ജൂൺ 17. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. 6. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി, എറണാകുളം. 2023 ഏപ്രിലിലാണ് കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. 7. കേരളത്തിലെ ഒരേയൊരു ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം എറണാകുളം, കൊച്ചി. 1956 നവംബർ 1 കേരള ഹൈക്കോടതി നിലവിൽ വന്നത്. 8. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വില്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിച്ച വ്യക്തി ആരാണ്? ഉത്തരം സർ റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിക്കായൽ ആഴക്കൂട്ടിയെടുത്ത മണ്ണുകൊണ്ടാണ് കൃത്രിമ ദ്വീപായ വില്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിച്ചത്. 9. കേരളത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമായ CL സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം നെടുമ്പാശ്ശേരി. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ സൗരോർജ്ജ നിയന്ത്രിത വിമാനത്താവളം കൂടിയാണ് CL. 10. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച വിമാനത്താവളം EPP മോഡൽ ഏതാണ്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, CL. 11. ഏഷ്യയിലെ ഏറ്റവും വലിയ വില്ലിംഗ്ടൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. 12. കേരളത്തിലെ പ്രശസ്തമായ തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥാപിച്ചതാര്? ഉത്തരം ഡോക്ടർ സലിം അലി. 1983 നിലവിൽ വന്ന തട്ടേക്കാട് പക്ഷിസങ്കേതം ഡോക്ടർ സലിം അലി പക്ഷിസങ്കേതം എന്നും അറിയപ്പെടുന്നു. 13. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം ഏതാണ്? ഉത്തരം തട്ടേക്കാട് പക്ഷിസങ്കേതം, എറണാകുളം. 14. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പെരിയാർ. 15. കേരളത്തിലെ പ്രധാന ക്രൂഡ് ഓയിൽ ശുദ്ധീകരണശാലയായ കൊച്ചിൻ റിഫൈനറീസ് BPCL സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമ്പലമുകൾ, എറണാകുളം. 16. ചീനവലകൾ, ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ആദ്യമായി അവതരിപ്പിച്ചത് കൊച്ചിയിലെത്തിയ ഏത് സഞ്ചാരികളുടെ കാലത്താണ്? ഉത്തരം ചൈനീസ് സഞ്ചാരിയായ കുബ്ലൈ ഖാന്റെ വ്യാപാരികൾ. 17. വിദേശ ഭരണാധികാരിയായ വാസ്കോഡു ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പ്രശസ്തമായ പള്ളി ഏതാണ്? ഉത്തരം ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി, സെയിന്റ് ഫ്രാൻസിസ് ചർച്ച്. 18. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഇമ്മാനുവൽ കോട്ട നിർമ്മിച്ചത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ, 1503 ഫോർട്ട് കൊച്ചിയിൽ. 19. ഡച്ച് കൊട്ടാരം മട്ടഞ്ചേരി പാലസ് പണിതു നൽകിയത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. വീരകേരളവർമ്മയ്ക്കു വേണ്ടിയാണ് ഇത് പണിതത്. പിന്നീട് ഡച്ചുകാർ പുതുക്കിപ്പണിതു. 20. ജൂതപ്പള്ളിയും പരദേശി സിനഗോഗ്, ജൂതതെരുവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മട്ടാഞ്ചേരി, എറണാകുളം. 21. തൃപ്പൂണിത്തുറയിലെ പ്രശസ്തമായ രാജകൊട്ടാരം ഏതാണ്? ഉത്തരം ഹിൽ പാലസ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം കൂടിയാണിത്. 22. കൊച്ചി രാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം പരീക്ഷിത്ത് തമ്പുരാൻ.
23. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന പ്രശസ്തമായ സാംസ്കാരിക ഉത്സവം ഏതാണ്? ഉത്തരം അത്തച്ചമയം. ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം നടക്കുന്നത്. 24. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഏത് ദേവതയുടെ ആരാധനയ്ക്കാണ് പ്രസിദ്ധമായത്? ഉത്തരം രാജരാജേശ്വരി. രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ലക്ഷ്മി, വൈകിട്ട് ദുർഗസങ്കല്പം. 25. ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പെരിയാർ, പൂർണ നദി. 26. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാലടി, എറണാകുളം. 27. തിരുവിതാംകൂർ ഓപ്പൺ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം നെട്ടുകാൽത്തേരി, തിരുവനന്തപുരത്താണെങ്കിൽ നെട്ടൂർ ഓപ്പൺ ജയിൽ എറണാകുളത്താണ്. 28. ഇൻഫോപാർക്ക് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാക്കനാട്, എറണാകുളം. 29. എറണാകുളം ജില്ലാ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാക്കനാട്. 30. പ്രശസ്തമായ സ്മാർട്ട് സിറ്റി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാക്കനാട്. 31. പ്രശസ്തമായ വണ്ടർല തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വീഗാലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന വണ്ടർല കാക്കനാടിന് സമീപമുള്ള പള്ളിപ്രിപ്പേടാണ്. 32. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ മേഖലയായ ഏലൂർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പെരിയാർ. ഫാക്ട്: ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകോർ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഏലൂരിലാണ്. 33. ഇന്ത്യയിലെ ആദ്യത്തെ ഫെർട്ടിലൈസർ പ്ലാന്റായ ഫാക്ട് സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1943. ഉദ്യോഗമണ്ഡൽ ഏലൂർ. 34. വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഉത്തരം കോതമംഗലം. 35. ഹൈറേഞ്ചിന്റെ കവാടം, ഗേറ്റ്വേ ടു ഹൈറേഞ്ചസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കോതമംഗലം. 36. മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം ഏത് കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കുരിശുമുടി, സെന്റ് തോമസ് മൗണ്ട് മൈൻ, കാലടിക്ക് സമീപം. 37. കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ സംരക്ഷണമേഖല സ്ഥിതി ചെയ്യുന്ന കൊച്ചിയിലെ ദ്വീപ് ഏതാണ്? ഉത്തരം പുതുവൈപ്പ് മംഗളവനം. 38. കൊച്ചിയുടെ പച്ചപ്പുര, ഗ്രീൻ ലങ് ഓഫ് കോച്ചി എന്നറിയപ്പെടുന്ന വന്യജീവി കേന്ദ്രം ഏതാണ്? ഉത്തരം മംഗളവനം പക്ഷിസങ്കേതം, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം. 39. കേരളത്തിലെ ആദ്യത്തെ ജനകീയ ആസൂത്രണ മാതൃകാ പഞ്ചായത്തായ കഞ്ഞിരമ്പാറ അല്ലെങ്കിൽ മടക്കത്തറ പോലെയുള്ള സൗരോർജ്ജ ഗ്രാമം സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? ഉത്തരം എറണാകുളം ജില്ലയിൽ നിരവധി പരിസ്ഥിതി സൗഹൃദ വില്ലേജുകളുണ്ട്. 40. പ്രശസ്തമായ അളകാപുരി അല്ലെങ്കിൽ ബൊൽഗാട്ടി പാലസ് പണിതതാര്? ഉത്തരം ഡച്ചുകാർ, 1744 ബൊൽഗാട്ടി ദ്വീപിൽ. 41. സീപോർട്ട് എയർപോർട്ട് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഉത്തരം തൃപ്പൂണിത്തുറ, ഇരുമ്പനം മുതൽ നെടുമ്പാശ്ശേരി വരെ. 42. എറണാകുളം ജില്ലയിലെ പ്രധാന കണ്ടൽക്കാട് വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഉത്തരം കടമക്കുടി ഐലൻഡ്സ്. 43. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോറ്റീവ് അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി. 44. സതേൺ നാവിക കമാൻഡിന്റെ സതേൺ നേവൽ കമാൻഡ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി, INS ഗരുഡ INS വെണ്ടുരുത്തി. 45. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനിക്കപ്പലായ INS വിക്രാന്ത് പണിതുയർത്തിയത് എവിടെയാണ്? ഉത്തരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. 46. എറണാകുളം ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 7 താലൂക്കുകൾ. ആലുവ, കണയന്നൂർ, കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, പറവൂർ എന്നിവയാണവ. 47. പ്രശസ്തമായ ആലുവ മണപ്പുറം ശിവരാത്രി ആഘോഷിക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം പെരിയാർ. 48. ചേരമാൻ പറമ്പ് അല്ലെങ്കിൽ പുരാതന തുറമുഖമായ മുസിരിസ് നിലനിന്നിരുന്നതായി കരുതപ്പെടുന്ന എറണാകുളത്തെ സ്ഥലം ഏതാണ്? ഉത്തരം കൊടുങ്ങല്ലൂരിന് സമീപമുള്ള വടക്കൻ പറവൂർ, പട്ടണം പറവൂർ. 49. കുമ്പളങ്ങി ഗ്രാമം ഏത് ടൂറിസം പദ്ധതിക്കാണ് പേരുകേട്ടത്? ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ ടൂറിസം ഗ്രാമം, മോഡൽ ടൂറിസം വില്ലേജ്. 50. 50ാമത്തെ ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളതാണ്. ചോദ്യം: കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്?
ഉത്തരം കൃത്യമായി അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ എറണാകുളം ജില്ലയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 PSC ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി എല്ലാവരും കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കേരള ഡിസ്ട്രിക്ട് സീരീസിലെ അടുത്ത 8ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു ജില്ലയുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. തുടർന്നും നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.